Today we can discuss about heat engine. A device which can convert heat into work is named as heat engine. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഓട്ടോമൊബൈലിൻ്റെ എൻജിൻ എടുക്കാം. അവിടെ പെട്രോളോ ഡീസലോ കത്തുന്നു. അപ്പോൾ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഹീറ്റ് എനർജി ഉപയോഗിച്ച് എൻജിൻ വർക്ക് ചെയ്യുന്നു, ഓട്ടോമൊബൈൽ മൂവ് ചെയ്യുന്നു. ഇസൻ്റെ അപ്പോൾ ഏതൊരു ഓട്ടോമൊബൈലിൻ്റെ എൻജിൻ എടുത്ത് നോക്കുകയാണെങ്കിലും അത് ഹീറ്റ് എൻജിനാണെന്ന് പറയാം. അപ്പോൾ ഒരു ഹീറ്റ് എൻജിൻ്റെ പാർട്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. ഏതൊരു ഹീറ്റ് എൻജിൻ എടുക്കുകയാണെങ്കിലും ദാറ്റ് എൻജിൻ വിൽ ഹാവ് 3 parts. One is source, second one is sink, and third one is working substance. So source means എവിടെ നിന്നാണോ ഹീറ്റ് എൻജിനിൽ വർക്ക് ചെയ്യുന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ ഹീറ്റ് എൻജിൻ ഹീറ്റ് എനർജി എടുക്കുന്നത്, ആ ഭാഗത്തിനെയാണ് നമ്മൾ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സോഴ്സ് സ്വാഭാവികമായിട്ടും ദാറ്റ് വിൽ ബി അറ്റ് ഹയർ ടെമ്പറേച്ചർ. പിന്നെ അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ, ഹീറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചർ കുറയാൻ പാടില്ല. സോഴ്സിൽ നിന്ന് ഹീറ്റ് എനർജി എടുക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ടെമ്പറേച്ചർ കുറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഹീറ്റ് എനർജി എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ എന്ത് സംഭവിക്കണം, ആ സോഴ്സ് എപ്പോഴും ഹയർ ടെമ്പറേച്ചറിൽ തന്നെ നിലനിൽക്കുകയും വേണം. So we can say the properties of sources, they are at high temperature and they have infinite thermal capacity. ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അതിൽ നിന്ന് എത്ര ഹീറ്റ് എനർജി എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ടെമ്പറേച്ചർ താഴേക്ക് പോകുന്നില്ല. ആ പ്രോപ്പർട്ടിക്കാണ് നമ്മൾ ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റി പറയുക. ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റി മീൻസ് എത്ര ഹീറ്റ് എനർജി കൊടുത്താലും അല്ലെങ്കിൽ എത്ര ഹീറ്റ് എനർജി ഉള്ളിലോട്ട് വന്നാലും ആ മെറ്റീരിയലിൻ്റെ ടെമ്പറേച്ചർ മാറാതിരിക്കുന്നതിനെയാണ് നമ്മൾ ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റി എന്ന് പറയാം. സോ ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് സോഴ്സ്. സോഴ്സ് മീൻസ് ദാറ്റ് വിൽ ബി അറ്റ് ഹയർ ടെമ്പറേച്ചർ ആൻഡ് ഇറ്റ് വിൽ ഹാവ് ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റി. അപ്പോൾ സോഴ്സിൽ നിന്ന് Q1 എന്ന് പറയുന്ന ഹീറ്റ് എൻജിൻ എടുത്തു എന്ന് വിചാരിക്കുക. ആൻഡ് ദ സെക്കൻഡ് പാർട്ട് ഈസ് സിങ്ക്. സിങ്ക് മീൻസ് അപ്പോൾ ഹീറ്റ് എൻജിൻ കുറച്ച് ഹീറ്റ് എനർജി എടുത്തു, അതിൽ നിന്ന് കുറച്ച് വർക്ക് ചെയ്തു, അപ്പോൾ ബാക്കി കുറച്ച് റെസിഡ്യൂവൽ ആയിട്ടുള്ള ഹീറ്റ് വരുന്നു. ആ ഹീറ്റ് എവിടേക്കെങ്കിലും കളയണം. അപ്പോൾ അങ്ങനെ കളയുന്ന ആ പാർട്ടിനെയാണ് നമ്മൾ സിങ്ക് എന്ന് പറയുക. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുക, സിങ്ക് വിൽ ബി അറ്റ് ലോവർ ടെമ്പറേച്ചർ. സിങ്കിനും കുറച്ച് ഹീറ്റ് എനർജി വന്നു എന്ന് വിചാരിച്ച് സിങ്കിൻ്റെ ടെമ്പറേച്ചർ കൂടാൻ പാടില്ല. അതുകൊണ്ടാണ് സിങ്കിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പറയുന്നത് എന്ത്, ദ സിങ്ക് മസ്റ്റ് ഹാവ് ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റി. സാധാരണ കേസിൽ ഓട്ടോമൊബൈൽസിൻ്റെ ഒക്കെ ഹീറ്റ് എൻജിനിൽ നമ്മുടെ സിങ്ക് ആയിട്ട് എടുക്കുന്നത് അറ്റ്മോസ്ഫിയർ ആണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ ഹീറ്റ് എൻജിൻ വർക്ക് ചെയ്യുന്നു, ഹീറ്റ് എൻജിൻ സോഴ്സിൽ നിന്ന് കുറച്ച് ഹീറ്റ് എനർജി എടുക്കുന്നു, ആ ഹീറ്റ് എനർജി ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്നു, ബാക്കി ഉണ്ടാകുന്ന ഹീറ്റ് അറ്റ്മോസ്ഫിയറിലേക്ക് തള്ളുന്നു. അപ്പോൾ അതാണ് നമ്മുടെ ഹീറ്റ് എൻജിൻ്റെ 2 പാർട്സ്. മൂന്നാമത്തെ പാർട്സ് എന്ന് പറയുന്നത് വർക്കിംഗ് സബ്സ്റ്റൻസ്. വർക്കിംഗ് സബ്സ്റ്റൻസ് മീൻസ് ഈ വർക്കിംഗ് സബ്സ്റ്റൻസ് ആണ് എന്ത് ചെയ്യുന്നത്, Q1 എന്ന് പറയുന്ന ഹീറ്റ് സോഴ്സിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നത്, എന്നിട്ട് W എന്ന് പറയുന്ന വർക്ക്, ആ വർക്ക് എന്ന് പറയുന്നത് മിക്കവാറും Q1 - Q2 ആയിരിക്കും. അതായത് ആ ഹീറ്റ് ഡിഫറൻസ് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, ബാക്കി Q2 എന്ന് പറയുന്ന ഹീറ്റ് സിങ്കിലേക്ക് തള്ളുന്നു. ആ വർക്ക് ചെയ്യുന്ന ഭാഗത്തിനെയാണ് നമ്മൾ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. So these are the parts of heat engine. One is source, one is sink, and another one is working substance. So we can study about the efficiency of this heat engine. Efficiency എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് വർക്ക് ഡൺ ടു ദ ഹീറ്റ് എക്സ്ട്രാക്റ്റഡ്. ഹീറ്റ് എടുത്തിട്ട് എത്ര വർക്ക് ചെയ്യുന്നു അതിനെയാണ് നമ്മൾ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സോഴ്സിൽ നിന്ന് എടുക്കുന്ന ഹീറ്റ് എനർജി എന്ന് പറയുന്നത് Q1 ആണ്, സിങ്കിലേക്ക് തള്ളുന്ന ഹീറ്റ് എനർജി എന്ന് പറയുന്നത് Q2 ആണ്. അപ്പോൾ ആ ഹീറ്റ് എഞ്ചിന് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വർക്ക് എന്ന് പറയുന്നത് എന്താണ്, ആ ഹീറ്റ് എനർജിയുടെ ഡിഫറൻസ് ആണ്. ഇസന്റ് ഇറ്റ് Q1 - Q2 ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ടേക്കിംഗ് Q1 ഹീറ്റ് എനർജി ഫ്രം സോഴ്സ് ആൻഡ് ഇറ്റ് ഈസ് റിജക്റ്റിംഗ് Q2 ഹീറ്റ് എനർജി ടു ദ സിങ്ക് ആൻഡ് ദ ഡിഫറൻസ് ഇൻ ദാറ്റ് ഹീറ്റ് എനർജി Q1 - Q2. ഇത്രയും ഹീറ്റ് ആയിരിക്കും ആ എൻജിന് മാക്സിമം വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ ആ വർക്ക് ഡൺ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, Q1 - Q2 എന്ന് എടുക്കാം. ഇത് അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് എനർജി എത്രയാണ്, Q1 ആണ്. അപ്പോൾ അതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം, Q1 - Q2 ഡിവൈഡ് ബൈ Q1. ഇറ്റ് ഈസ് ദ എഫിഷ്യൻസി ഓഫ് ദ ഹീറ്റ് എൻജിൻ. അപ്പോൾ ഹീറ്റ് എൻജിനെ പറ്റി നമുക്ക് പഠിക്കണം. അപ്പോൾ ഹീറ്റ് എൻജിനെ പറ്റി പഠിക്കാൻ നമുക്ക് ഏതെങ്കിലും ഒരു ഹീറ്റ് എൻജിനെ പറ്റി തിയററ്റിക്കലി പഠിച്ചാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ അങ്ങനെ തിയററ്റിക്കലി പഠിക്കുവാൻ വേണ്ടി
നിക്കോളാസ് കാർനോട്ട് എന്ന് പറയുന്ന ഒരു എഞ്ചിനീയർ പ്രൊപ്പോസ് ചെയ്ത ഐഡിയൽ എഞ്ചിനെയാണ് നമ്മൾ കാർനോട്ട്സ് എഞ്ചിൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എൻ ഐഡിയൽ എഞ്ചിൻ പ്രൊപ്പോസ്ഡ് ബൈ നിക്കോളാസ് കാർനോട്ട് ആൻഡ് ഇറ്റ് ഈസ് പ്രൊപ്പോസ്ഡ് ഓൺ 1824. അപ്പോൾ ഈ എഞ്ചിനെ പറ്റി മാക്സ്വെൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. മാക്സ്വെൽ പറഞ്ഞ കാര്യം ഇതാണ്: ദിസ് എഞ്ചിൻ ഈസ് നോട്ട് പോസിബിൾ ഇൻ പ്രാക്ടീസ്. അതായത് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഹീറ്റ് എഞ്ചിൻ ഉണ്ടാക്കാൻ പറ്റില്ല. ബട്ട് ഇറ്റ് ഈസ് ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ് ദ തിയറി ഓഫ് എ ഹീറ്റ് എഞ്ചിൻ. ഒരു ഹീറ്റ് എഞ്ചിൻ്റെ തിയറിയെ പറ്റി പഠിക്കുവാൻ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ഈ കാർനോട്ട് എഞ്ചിനെ പറ്റി പഠിക്കുന്നതാണ്. ബട്ട് ഈ കാർനോട്ട് എഞ്ചിൻ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പ്രാക്ടിക്കലി ഉണ്ടാക്കുവാൻ പറ്റില്ല. അപ്പോൾ ഈ കാർനോട്ട് എഞ്ചിൻ പ്രപ്പോസ് ചെയ്ത നിക്കോളാസ് കാർനോട്ട് എങ്ങനെയാണ് ഈ കാർനോട്ട് എഞ്ചിൻ്റെ വർക്കിങ്ങിനെ പറ്റി പറഞ്ഞത് എന്ന് നമുക്ക് ഒരു ആനിമേഷൻ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. ഏതൊരു ഹീറ്റ് എഞ്ചിനെയും പോലെ ഇവിടെയും ഒരു വർക്കിംഗ് സബ്സ്റ്റൻസ് ഉണ്ട്, പിന്നെ എന്തുണ്ട്, സോഴ്സ് ഉണ്ട്, സിങ്ക് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇടത് ഭാഗത്ത് മുകളിലിരിക്കുന്നത് ഒരു സിലിണ്ടറാണ്. ആൻഡ് വി ക്യാൻ സ്റ്റഡി അബൌട്ട് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദി സിലിണ്ടർ. ഈ സിലിണ്ടറിനെ പറ്റി പറഞ്ഞാൽ സിലിണ്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൺസിസ്റ്റിംഗ് ഓഫ് അഡയാബാറ്റിക് സൈഡ് വാൾസ് ആൻഡ് കണ്ടക്റ്റിംഗ് ബോട്ടം വാൾ. അഡയാബാറ്റിക് സൈഡ് വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡയാബാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ സംഭവിക്കുക. അഡയാബാറ്റിക് പ്രോസസ്സ് നടക്കുമ്പോൾ ഹീറ്റ് എനർജി ഒരിക്കലും എന്ത് ചെയ്യില്ല, പുറത്തേക്കും വരില്ല, അതുപോലെ അകത്തേക്കും പോവില്ല. ഇസ്ന്റ് ഇറ്റ്? അങ്ങനത്തെ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അഡയാബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അഡയാബാറ്റിക് പ്രോസസ്സ് നടക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാൾസ് എന്തായിരിക്കണം, ഒരിക്കലും ഹീറ്റ് എനർജി പുറത്തേക്ക് വിടാത്തതായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള വാൾസിനെ നമുക്ക് വേണമെങ്കിൽ ഇൻസുലേറ്റിംഗ് വാൾസ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ when we are thinking about this cylinder consisting of insulating side walls and conducting bottom wall. ആ സിലിണ്ടറിൽ ഒരു എന്തും വെച്ചിട്ടുണ്ട്, പിസ്റ്റണും വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കാർനോട്ട്സ് എഞ്ചിന് ഉള്ള ബാക്കി 3 പാർട്ടുകളാണുള്ളത്. അതിൽ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം, സോഴ്സ് എന്ന് പറയാം. സോഴ്സ് എന്ന് പറയുന്നത് ഹയർ ടെമ്പറേച്ചറിലുള്ള ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റി ഉള്ള ഭാഗത്തിനാണ് നമ്മൾ സോഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ സോഴ്സ് എന്ന് പറയുന്നത് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് ഒരു തീ വെച്ചിരിക്കുന്ന, തീ കത്തിക്കുന്ന ആ ഭാഗത്തിനെയാണ് നമ്മൾ സോഴ്സ് എന്നിവിടെ പറയുന്നത്. ആൻഡ് ദ തേർഡ് പാർട്ട് ഈസ് സിങ്ക്. സിങ്ക് എന്ന് പറയുന്നത് ലോവർ ടെമ്പറേച്ചറിലുള്ള ഒരു പാർട്ടാണ്. അതായത് അപ്പുറത്ത് ഐസൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു കമ്പാർട്ട്മെൻ്റ് ആണ്. അതിനെയാണ് നമ്മൾ സിങ്ക് എന്ന് പറയുന്നത്. ആൻഡ് ദ ഫോർത്ത് പാർട്ട് ഓഫ് ദിസ് കാർനോട്ട് എഞ്ചിൻ ഈസ് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്. അതായത് ഇവിടെ സോഴ്സിൻ്റെയും സിങ്കിൻ്റെയും ഇടയിലുള്ള ആ ബ്ലോക്കിനെയാണ് നമ്മളിവിടെ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് ആയിട്ട് എടുക്കുന്നത്. സോ ദ കാർനോട്ട് എഞ്ചിൻ കൺസിസ്റ്റിംഗ് ഓഫ് 4 പാർട്സ്: സോഴ്സ്, സിങ്ക്, ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് ആൻഡ് സിലിണ്ടർ. ഈ സിലിണ്ടർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ദി സിലിണ്ടർ എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ സൈഡ് വാൾസ് എന്ന് പറയുന്നത് ദേ ആർ പെർഫെക്റ്റ്ലി ഇൻസുലേറ്റേഴ്സ്, ബട്ട് ദ ബോട്ടം വാൾ ദേ ആർ കണ്ടക്ടേഴ്സ്, ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എ ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ, ആൻഡ് ഇൻസൈഡ് ദാറ്റ് സിലിണ്ടർ ഐഡിയൽ ഗ്യാസ് ഇസ് ദർ. ഓക്കെ, അപ്പോൾ ഈ സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഐഡിയൽ ഗ്യാസ് ഉണ്ട്. ഐഡിയൽ ഗ്യാസ് സിലിണ്ടറിൻ്റെ ഉള്ളിലിരിക്കുന്നു. അതിൻ്റെ സൈഡ് വാൾസ് എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇൻസുലേറ്റേഴ്സ് ആണ്. ബോട്ടം വാൾ എന്ന് പറയുന്നത് കണ്ടക്ടറാണ്. അതാണ് സിലിണ്ടർ എന്ന് പറയുന്നത്. പിന്നെ സിങ്ക് ഉണ്ട്, സോഴ്സ് ഉണ്ട്, ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് ഉണ്ട്. ആൻഡ് വി ക്യാൻ വാച്ച് ദ വർക്കിംഗ് ഓഫ് ദിസ് കാർനോട്ട് എഞ്ചിൻ. Cylinder on the hot reservoir. Firstly, I am placing the cylinder on this source. Okay. അപ്പോൾ സോഴ്സിൽ വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, സോഴ്സ് എന്ന് പറയുന്നത് ഹയർ ടെമ്പറേച്ചറിലാണ്, isn't it? And the bottom wall of that cylinder, that is conducting, isn't it? അപ്പോൾ എന്താ സംഭവിക്കുക, the heat energy will flow from the source to the sink, isn't it? അപ്പോൾ എന്താ സംഭവിക്കുക, source to the cylinder, isn't it? അപ്പോൾ സോഴ്സിൽ നിന്ന് സിലിണ്ടറിലേക്ക് ഹീറ്റ് എനർജി ഫ്ലോ ചെയ്താൽ എന്താ സംഭവിക്കുക, അവിടെ ദ പിസ്റ്റൺ എന്ന് പറയുന്നത് എന്താണ്, ഫ്രിക്ഷൻലെസ് ആയിട്ടുള്ള മൂവിങ് പിസ്റ്റൺ ആണ്. അപ്പോൾ എന്താ സംഭവിക്കുക, ഹീറ്റ് എനർജി കൊടുക്കുമ്പോൾ എന്താ ഉണ്ടാവുക, ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യും, isn't it? So the gas is expanding here. So it is the initial part of the first stage of that operation. So here the cylinder is expanding. Once more you can show that cylinder is expanding, isn't it? Or the gas inside that cylinder is expanding.
അപ്പോൾ ഇവിടെ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ അറിയാം ഈ സിലിണ്ടറിൻ്റെ ടെമ്പറേച്ചർ എന്തായിരിക്കും, സോഴ്സിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. സോ ദ ടെമ്പറേച്ചർ ഓഫ് സിലിണ്ടർ വിൽ ബി ദാറ്റ് ഓഫ് ദ സോഴ്സ്, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ സോഴ്സിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരിക്കലും മാറില്ല, അതിന് ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റി ഉണ്ട്. ആ ടെമ്പറേച്ചറിനെ തൽക്കാലം നമുക്ക് T1 ആയിട്ട് എടുക്കാം. അപ്പോൾ T1 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണ് ഈ എക്സ്പാൻഷൻ നടക്കുന്നത്, ഇസ്ന്റ് ഇറ്റ്? സോ വി ക്യാൻ സേ ഇറ്റ് ഈസ് as the isothermal expansion. Okay, that is the first stage of Carnot operation, isothermal expansion. And the next stage is that one, we are going to place this cylinder on insulating stand. Okay, അപ്പോൾ ഈ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ വെക്കുമ്പോൾ എന്താ സംഭവിക്കുക, ഇപ്പോഴും അത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇസ്ന്റ് ഇറ്റ്? ഇറ്റ് ഈസ് എക്സ്പാൻഡിങ് നൗ. ബട്ട് ദ പ്രോബ്ലം ഈസ് ദാറ്റ് ബോട്ടം എന്ത് തന്നെയാണ്, ഇൻസുലേറ്റിംഗ് ആണ്, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ബോട്ടം വാളും കണ്ടക്റ്റിംഗ് ആണ്, പക്ഷെ അത് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ വെച്ചുകൊണ്ട് ബോട്ടം വാളും ഇൻസുലേറ്റിംഗ് ആണ്. സൈഡ് വാൾസ് എന്ന് പറയുന്നത് ഓൾറെഡി ഇൻസുലേറ്റിംഗ് ആണ്. അതായത് ഇവിടെ എന്ത് സംഭവിക്കുന്നില്ല, ഹീറ്റ് എനർജി ഉള്ളിലേക്കോ പുറത്തേക്കോ പോകുന്നില്ല, ഇസ്ന്റ് ഇറ്റ്? ആൻഡ് യു നോ ദാറ്റ് ദ പ്രോസസ് ഇൻ വിച്ച് ഹീറ്റ് എനർജി ഈസ് നോട്ട് എക്സ്ചേഞ്ചിങ് ഫ്രം സിസ്റ്റം ആൻഡ് സോഴ്സ്, ദാറ്റ് ഈസ് നെയ്മഡ് ആസ് അഡിയാബാറ്റിക് പ്രോസസ്, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇവിടെ സംഭവിക്കുന്ന നെക്സ്റ്റ് സ്റ്റേജിൽ, അതല്ലെങ്കിൽ നമ്മുടെ സിലിണ്ടർ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കുമ്പോൾ നടക്കുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് അഡിയാബാറ്റിക് എക്സ്പാൻഷൻ, ഇസ്ന്റ് ഇറ്റ്? സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ദ ഓപ്പറേഷൻ. സോ ഹിയർ the gas is expanding, but it is not transferring heat energy from surroundings, so we can say it is adiabatic expansion. Then we can go to the third process. In the third process, we are going to place the cylinder on sink. അപ്പോൾ സിങ്കിൽ വയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുക, ഇവിടെ സിങ്കിൻ്റെ ടെമ്പറേച്ചർ കുറവാണ്, ആൻഡ് യു നോ ദ ബോട്ടം വോൾ ഓഫ് ദ സിലിണ്ടർ ഈസ് കണ്ടക്റ്റിംഗ്. അപ്പോൾ കണ്ടക്റ്റിംഗ് ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇവിടെ സിങ്കിൻ്റെ ടെമ്പറേച്ചർ കുറവാണ്, ബട്ട് ദ ടെമ്പറേച്ചർ ഓഫ് സിലിണ്ടർ ഈസ് സംവാട്ട് ഹയർ കമ്പയർഡ് ടു ദാറ്റ് ഓഫ് സിങ്ക്. അപ്പോൾ എന്താ സംഭവിക്കുക, സിലിണ്ടറിൽ നിന്ന് എങ്ങോട്ടേക്ക് ഹീറ്റ് എനർജി ഒഴുകും, സിങ്കിലേക്ക് ഹീറ്റ് എനർജി ഒഴുകും, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ഹീറ്റ് എനർജി ഒഴുകുന്നു എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അത് കംപ്രസ് ചെയ്യുന്നു, ഇസ്ന്റ് ഇറ്റ്? സോ ദ ഗ്യാസ് ഇൻസൈഡ് ദ സിലിണ്ടർ ഈസ് കംപ്രസിങ്, ഇസ്ന്റ് ഇറ്റ്? ആൻഡ് യു നോ ദ സിങ്ക് ഹാവ് ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റി, ഇസ്ന്റ് ഇറ്റ്? സിങ്കിൻ്റെ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്, T2 എന്ന് പറയുന്ന ടെമ്പറേച്ചർ ആണെന്ന് എടുക്കുക. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, ഐസോതെർമൽ കംപ്രഷനാണ്. അതായത് എന്താ, ഇവിടെ സിങ്കിന് ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റിയാണ്, സോ ദ ടെമ്പറേച്ചർ ഓഫ് സിങ്ക് ഈസ് നോട്ട് വേരിയിങ്, ആൻഡ് ഹിയർ ദ ബോട്ടം വോൾ ഓഫ് ദ സിലിണ്ടർ ഈസ് കണ്ടക്റ്റിംഗ്. അപ്പോൾ ഇവിടെ സിലിണ്ടറിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, സിങ്കിൻ്റെ ടെമ്പറേച്ചറാണ്. ദെൻ ദർ അഡിയാബാറ്റിക് കംപ്രഷൻ ഈസ് ഹാപ്പനിങ് ദർ. ദെൻ ദ ഫോർത്ത് പ്രോസസ്, സോറി, അഡിയാബാറ്റിക് കംപ്രഷൻ അല്ല, ഐസോതെർമൽ കംപ്രഷൻ. ഒന്നും കൂടി പറയുന്നു, ഇവിടെ നമ്മൾ സിങ്കിൻ്റെ മുകളിൽ വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, സിങ്കിൻ്റെ മുകളിൽ ഇത് വെക്കുമ്പോൾ സിലിണ്ടറിൽ നിന്ന് സിങ്കിലേക്ക് ഹീറ്റ് എനർജി ഒഴുകുന്നു. അപ്പോൾ സിലിണ്ടറിൽ നിന്ന് സിങ്കിലേക്ക് ഹീറ്റ് എനർജി ഒഴുകുമ്പോൾ എന്താണ്, ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണ് ഹീറ്റ് എനർജി ഒഴുകുന്നത്. ആ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, സിങ്കിൻ്റെ ടെമ്പറേച്ചറാണ്. അതുകൊണ്ട് ഈ തേർഡ് പ്രോസസ് എന്ന് പറയുന്നതിന് നമുക്ക് എന്ത് പറയാം, ഐസോതെർമൽ കംപ്രഷൻ എന്ന് പറയാം. ആൻഡ് വി ആർ ഗോയിങ് ടു ദ ഫോർത്ത് പ്രോസസ്. In the fourth process, or the fourth stage of operation, we are going to place the cylinder on the insulating stand. അപ്പോൾ ഇവിടെ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ വയ്ക്കുമ്പോഴെന്താണ്, ആ കംപ്രഷൻ കണ്ടിന്യൂ ചെയ്യുന്നു. പക്ഷേ ആ കംപ്രഷൻ കണ്ടിന്യൂ ചെയ്യുന്നു എന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്, ഇവിടെ സിലിണ്ടർ വെച്ചിരിക്കുന്നത് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിലാണ്. അപ്പോൾ അതുകൊണ്ട് ഓൾറെഡി ദ സൈഡ് വോൾസ് ഓഫ് ദ സിലിണ്ടേഴ്സ് ആർ ഇൻസുലേറ്റേഴ്സ്. അപ്പോൾ ഇവിടുത്തെ താഴത്തെ വോളും എന്ത് തന്നെയായി, ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ വെച്ചുകൊണ്ട് ഇൻസുലേറ്റിംഗ് ആയി. അതായത് ഇറ്റ് ഈസ് നോട്ട് എക്സ്ചേഞ്ചിങ് ഹീറ്റ് എനർജി ഫ്രം സറൗണ്ടിങ്സ്. ദാറ്റ് മീൻസ് what is happening here which process is happening, adiabatic process is happening, isn't it? അതായത് ഹീറ്റ് എനർജി എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ അഡിയാബാറ്റിക് പ്രോസസ് എന്ന് പറയുക. സോ ദ അഡിയാബാറ്റിക് പ്രോസസ് ഈസ് ഹാപ്പനിങ് ഹിയർ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് compressing. So this process is named as adiabatic compression. So these are the 4 stages of the operation of a Carnot engine. വീണ്ടും ഇത് സോഴ്സിൽ വെക്കും, പിന്നെ ഇങ്ങനെ അത് സൈക്ലിക്കായിട്ട് ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. സോ ദീസ് ആർ ദ 4 stages of operation of Carnot engine. First one is isothermal expansion, then adiabatic expansion, after that isothermal compression, then adiabatic compression. അപ്പോൾ ഈ കാർനോട്ട് എഞ്ചിൻ്റെ പാർട്സിനെ പറ്റി ഞാൻ ഒന്നും കൂടി പറയുന്നു. സോഴ്സ്, സിങ്ക്, സിലിണ്ടർ, ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്, ഇത് 4 ഒരു കാർനോട്ട് എഞ്ചിൻ്റെ പാർട്സ് എന്ന് പറയുന്നത്. ഇവിടെ സോഴ്സ് എന്ന് പറഞ്ഞാൽ വി നോ ദ സോഴ്സ് ഇസ് അറ്റ് ഹയർ ടെമ്പറേച്ചർ T1,
and the source have infinite thermal capacity. And next one is sink. It is at the lower temperature T2, and sink also have infinite thermal capacity. And the third one is cylinder. This cylinder എന്ന് പറയുന്നതിന് നമ്മൾ പറഞ്ഞിരുന്നു, it is connected with an insulating frictionless piston, and the side walls of that cylinder, they are insulators, and the bottom wall, they are that is conducting. And the fourth one is insulating stand. അതിൻ്റെ ഓപ്പറേഷൻസ് നേരത്തെ നമ്മൾ പറഞ്ഞു, ഇനീഷ്യലി സോഴ്സിൽ വയ്ക്കും, പിന്നെ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ വയ്ക്കും, പിന്നെ സിങ്കിൽ വയ്ക്കും, വീണ്ടും ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ വയ്ക്കും. ഓക്കെ, സോ ആ വർക്കിംഗ് ഓഫ് കാർനോട്ട് എഞ്ചിൻ പറഞ്ഞു. പക്ഷെ അത് ഞാൻ ഇവിടെ ഒന്നും കൂടി വേറൊരു പിക്ചറിൽ കാണിക്കുന്നു എന്നുള്ളൂ. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ്. ദർ വി ആർ പ്ലേസിംഗ് സിലിണ്ടർ ഓൺ സോഴ്സ്. So then what is happening there? Then Q1 heat is absorbing the cylinder from the source. Then isothermal expansion ആണ് ഹാപ്പൻ ചെയ്യുന്നത്. അപ്പോൾ isothermal expansion സംഭവിക്കുമ്പോൾ എന്താ നടക്കാൻ നോക്കാം. Isothermal expansion means the temperature is constant, isn't it? That temperature is T1 here. But pressure and volume, they are changing in an isothermal process. So let the initial pressure and volume P1 ഉം V1 ആണെന്ന് വിചാരിക്കുക. Then the final pressure and volume, that is P2 and V2. അപ്പോൾ ഈ ഐസോതെർമൽ എക്സ്പാൻഷനിൽ എന്താ സംഭവിക്കുന്നത്? The pressure and volume that is changing from P1 V1 to P2 V2, isn't it? So we are going to find the work done in an isothermal process. In the previous classes we studied how to calculate the work done in an isothermal process, and we know that is equal to RT1 log V2 divided by V1. That is the work done, isn't it? പക്ഷേ ഈ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അത്രയും ഹീറ്റ് എനർജിയാണ് എന്ത് ചെയ്യുന്നത്? ഈ വർക്ക് ഡണ്ണിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഹീറ്റ് എനർജിയാണ് ആര് ചെയ്യുന്നത്? സിലിണ്ടർ സോഴ്സിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നത്. സിലിണ്ടർ സോഴ്സിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ Q1 ആണ്. അപ്പോൾ Q1 തന്നെയാണ് ആ പ്രോസസ്സിൽ നടക്കുന്ന വർക്ക് ഡൺ, അതായത് ഒരു സ്റ്റേജ് ഓഫ് ഓപ്പറേഷനിൽ നടക്കുന്ന വർക്ക് ഡൺ. ദാറ്റ് ഈസ് ദ ഐസോതെർമൽ എക്സ്പാൻഷൻ. സോ ദാറ്റ് Q1 or W1 that is equal to RT1 log V2 by V1. And the second process, that is adiabatic expansion. In the adiabatic expansion, you know what will happen here. Here also we are placing the cylinder on insulating stand. Then the pressure, volume and temperature are changing, and that is changing from P2 V2 T1 to P3 V3 T2. അതായത് ഇനീഷ്യലി അതിനുണ്ടായിരുന്ന പ്രഷറും വോളിയവും P2 V2 ആണ്. ഫൈനലി അതിന് കിട്ടുന്ന പ്രഷർ വോളിയവും P3 V3 ആണ്. And the temperature, that is also changing from T1 to T2. And we studied in the previous classes that the work done in an adiabatic process, that is equal to W2 or T1 minus T2 divided by gamma minus 1. And you know what is T1, what is T2. T1 എന്ന് പറയുന്നത് ഇനീഷ്യൽ ടെമ്പറേച്ചർ ആണ്. T2 എന്ന് പറയുന്നത് ഫൈനൽ ടെമ്പറേച്ചർ ആണ്. ഗാമ എന്ന് പറയുന്നത് നമുക്കറിയാം റേഷ്യോ സ്പെസിഫിക് ഹീറ്റ് ആണ്. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ഡ്യൂറിങ് adiabatic expansion in the second stage. That W2 is equal to R T1 minus T2 divided by gamma minus 1. And the third process, that is isothermal expansion, compression. In the case of isothermal compression, we know here we are placing the cylinder on sink. Then the cylinder is rejecting Q2 heat to the sink. Then the pressure and volume, that is changing from P3 V3 to P4 V4. And we need to find what is the work done. ഇവിടെ വർക്ക് ഡൺ എന്ന് പറയുന്നത് തേർഡ് പ്രോസസ്സാണ്. അതിനെ ഞാൻ W3 എന്ന് പറയുന്നു. അത് ഐസോതെർമൽ പ്രോസസ്സാണ്. ഒരു ഐസോതെർമൽ പ്രോസസ്സിൽ ഉണ്ടാകുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു RT2 log V4 by V3. T2 എന്ന് പറയുന്നത് അവിടുത്തെ ടെമ്പറേച്ചർ ആണ്. V4 എന്ന് പറയുന്നത് അവിടുത്തെ ഫൈനൽ വോളിയം, അത് V4 ആണ് ഇവിടെ. V3 എന്ന് പറയുന്നത് ഇനീഷ്യൽ വോളിയം, അത് V3 ആണ് ഇവിടെ. അപ്പോൾ ഈ RT2 log V4 by V3 എന്നുള്ളതിനെ വേണമെങ്കിൽ എനിക്ക് -RT2 log V3 by V4 എന്ന് എഴുതാം. അങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാൽ ഇനി ബാക്കിയുള്ള എഫിഷ്യൻസി കാൽക്കുലേഷന് V4 by V3 വരുന്നതിനേക്കാൾ എനിക്ക് സുഖം V3 by V4 ആണ്. അപ്പോൾ ലോഗ് എ അല്ലെങ്കിൽ ലോഗ് 1/a എന്നുള്ളതിനെ നമുക്ക് -log a എന്ന് എഴുതാം. അത് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ലോഗ് a/b എന്നുള്ളതിനെ നമുക്ക് വേണമെങ്കിൽ -log b/a എന്ന് എഴുതാം. അതൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ആ ഇക്വേഷൻ ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ്സ് ഓൺലി ഹിയർ. സോ ദ വർക്ക് ഡൺ ഡ്യൂറിങ് ദിസ് തേർഡ് പ്രോസസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഒന്നെങ്കിൽ RT2 log V4 by V3 എന്ന് എഴുതാം. അതല്ലെങ്കിൽ വി ക്യാൻ റൈറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു -RT2 log V3 by V4, ദാറ്റ് ഈസ് W3. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ദ സിലിണ്ടർ ഈസ് റിജക്റ്റിംഗ് Q2 ഹീറ്റ് ടു ദ സിങ്ക്, ഇസന്റ് ഇറ്റ്? അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന ആ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തിന് ഇക്വലന്റ് തന്നെയാണ്? അത് റിജക്റ്റ് ചെയ്യുന്ന ഹീറ്റിന് ഇക്വലന്റ് തന്നെയാണ്, ഇസന്റ് ഇറ്റ്? സോ വി ക്യാൻ റൈറ്റ് ദ വർക്ക് ഡൺ as Q2 എന്ന് നമുക്ക് എഴുതാം, കാരണം അതാണ് ഹീറ്റ് എനർജി
റിജക്റ്റ് ചെയ്ത് സോ വി ക്യാൻ റൈറ്റ് Q2 that is equal to W3 and that is equal to minus RT2 log V3 by V4. And we are going to the fourth process. In the fourth process, you know what is the fourth stage of operation, that is equal to adiabatic compression. Here we are placing the cylinder on an insulating stand. Here the pressure, volume and temperature all are changing from P4 V4 T2 to P1 V1 T1. P4 V4 T2 എന്ന് പറയുന്നത് ഇനീഷ്യൽ ആയിട്ട് അതിനുള്ള ടെമ്പറേച്ചറും പ്രഷറും വോളിയം ആണ്. P1 V1 T1 എന്ന് പറയുന്നത് ഫൈനൽ ആയിട്ട് അതിന് കിട്ടുന്ന പ്രഷറും വോളിയവും ടെമ്പറേച്ചറും ആണ്. And in an adiabatic compression or in an adiabatic process, we can find what is the work done, isn't it? That is equal to RT2 minus T1 divided by gamma minus 1, isn't it? Here T2 means that is the initial temperature, T1 is the final temperature, or you know that is the gas constant, gamma is the ratio of specific heat. So we can find the work done in the fourth process, that W4 equal to RT2 minus T1 divided by gamma minus 1. കാർനോട്ട് എഞ്ചിൻ്റെ ഇൻഡിക്കേറ്റർ ഡയഗ്രാം കൂടി നമുക്കൊന്ന് പഠിക്കാം. അതായത് നമുക്കറിയാം എന്തൊക്കെയാണ് ഈ പ്രോസസ്സിൽ നടക്കുന്നത്. വി നോ ദ 4 സ്റ്റേജസ് ഓഫ് ദ പ്രോസസ്. ഓരോ പ്രോസസ്സിൽ എന്താ നടക്കുന്നത് നമ്മൾ പഠിച്ചു. ഫസ്റ്റ് വൺ ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ്, പിന്നെ അഡയാബാറ്റിക് എക്സ്പാൻഷൻ, പിന്നെ ഐസോതെർമൽ കംപ്രഷൻ, പിന്നെ അഡയാബാറ്റിക് കംപ്രഷൻ. അതിനെ ഞാനൊരു ഗ്രാഫിൽ വരയ്ക്കുന്നുള്ളൂ. അപ്പോൾ എന്താ നടക്കുന്നതെന്ന് ഞാൻ അവിടെ വരച്ചു വയ്ക്കുന്നു. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇനീഷ്യലി വി നോ ദ പ്രഷർ ആൻഡ് വോളിയം ഓഫ് ദ സിലിണ്ടർ ഓർ ദ ഗ്യാസ് ദറ്റ് ഈസ് ഈക്വൽ ടു P1 V1. അത് ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ ഐസോതെർമൽ എക്സ്പാൻഷൻ നടക്കുമ്പോൾ എന്തൊക്കെ മാറും നമുക്കറിയാം. പ്രഷർ P2 ആയിട്ട് മാറും, വോളിയം V2 ആയിട്ട് മാറും. ഐ ഡ്രോ ദാറ്റ് ഗ്രാഫ് ദർ, ഇസ്ന്റ് ഇറ്റ്? A to B, പോയിന്റ് A to B, അതാണ് അവിടെ എന്ത് ഐസോതെർമൽ എക്സ്പാൻഷൻ. അവിടെ പ്രഷർ കുറയുകയാണ്, വോളിയം കൂടുകയാണ്. അറിയാം, വോളിയം പിന്നെ എക്സ്പാൻഡ് ചെയ്യാണ് ആ സിലിണ്ടർ, അപ്പോൾ വോളിയം കൂടുകയാണ്. അപ്പോൾ വോളിയം P1 നിന്ന് P2 വലുതായി, പ്രഷർ കുറഞ്ഞു, P1 നിന്ന് P2 എത്തി. ദാറ്റ്സ് ഓക്കെ. ദെൻ ദ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഓപ്പറേഷൻ അതെന്ന് പറയുന്നത് എന്താണ്? അഡയാബാറ്റിക് എക്സ്പാൻഷൻ ആണ്. അപ്പോൾ അഡയാബാറ്റിക് എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ അവിടെയും എന്ത് ചെയ്യുന്നു? വോളിയം V2 നിന്ന് V3 കൂടുന്നു, പ്രഷർ P2 നിന്ന് P3 കുറയുന്നു. അതാണ് ഞാൻ അവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ അതിൽ വേറൊരു കാര്യം കൂടി നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്? അഡയാബാറ്റിക് പ്രോസസ്സും ഐസോതെർമൽ പ്രോസസ്സും എടുക്കുമ്പോൾ അഡയാബാറ്റിക് പ്രോസസ്സ് PV ഡയഗ്രത്തിൽ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഐസോതെർമലിൻ്റെ ഗാമ ടൈംസ് ആണ്. അതായത് ഐസോതെർമലിനേക്കാളും കുറച്ചും കൂടി ചരിഞ്ഞിരിക്കുന്നതാണ് അഡയാബാറ്റിക് പ്രോസസ്സ്. അതാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അവിടെ കണ്ടാലും പറയാം ഐസോതെർമൽ കുറച്ച് ചരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്, അഡയാബാറ്റിക്കിന് സ്ലോപ്പ് കൂടുതലാണ്, അതായത് കൂടുതൽ ചരിഞ്ഞിരിക്കുന്നു. ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ഇവിടെ ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു ടെമ്പറേച്ചറിലാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മുകളിൽ T1 എന്ന് എഴുതിയത്. അഡയാബാറ്റിക് പ്രോസസ്സ് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നു, T1 നിന്ന് T2 മാറുന്നു. അപ്പോൾ നമുക്കത് കണ്ടാൽ അറിയാം. B എന്ന് പറയുന്ന പ്രോസസ്സിൽ നിന്ന് B എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് C എന്ന് പറയുന്ന പോയിന്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ B എന്ന് പറയുന്നതാണ് ഇനീഷ്യൽ പോയിന്റ്, അല്ലെങ്കിൽ ആ പ്രോസസ്സ് നടക്കുമ്പോൾ ഇനീഷ്യൽ സ്റ്റേറ്റ്. C എന്ന് പറയുന്നതാണ് അഡയാബാറ്റിക് എക്സ്പാൻഷൻ നടക്കുമ്പോഴുള്ള നടന്നു കഴിഞ്ഞിട്ടുള്ള ഫൈനൽ സ്റ്റേറ്റ്. സോ ഇൻ ദ ഇനീഷ്യൽ സ്റ്റേറ്റ് യു നോ ദ പ്രഷർ P2 ആണ്, വോളിയം V2 ആണ്, ദ ടെമ്പറേച്ചർ ഇസ് T1 ദർ. ആൻഡ് ഇൻ ദ ഫൈനൽ സ്റ്റേറ്റ് യു നോ ദ പ്രഷർ എന്ന് പറയുന്നത് P3 ആണ്, വോളിയം എന്ന് പറയുന്നത് V3 ആണ്, ടെമ്പറേച്ചർ ഈസ് ഓൾസോ ചേഞ്ചിങ്, ദാറ്റ് ഇസ് T2. അതാണ് നമ്മളവിടെ വരച്ചിരിക്കുന്നത് BC. Then we are going to the third process or the third stage of the operation, that is isothermal compression. അപ്പോൾ ഐസോതെർമൽ കംപ്രഷൻ നടക്കുമ്പോൾ നമുക്കറിയാം എന്താ സംഭവിക്കുക. ഒന്ന് ഐസോതെർമലാണ്, അപ്പോൾ അഡയാബാറ്റിക്കിൻ്റെ അത്ര സ്ലോപ്പ് ഉണ്ടാവില്ല. പിന്നെ മറ്റൊരു കാര്യം എന്താണ്? കംപ്രഷനാണ് നടക്കുന്നത്, അതുകൊണ്ട് അതിൻ്റെ പ്രഷർ കുറച്ച് കൂടും, വോളിയം കുറച്ച് കുറയും, അല്ലേ? അപ്പോൾ അതാണ് നമ്മളവിടെ വരച്ചിരിക്കുന്നത്. സിയിൽ നിന്ന് D എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരച്ചിരിക്കുന്നത്. അവിടെ വോളിയം V3 നിന്ന് V4 കുറഞ്ഞു, പ്രഷർ P3 നിന്ന് കുറച്ച് P4 കൂടുകയും ചെയ്തു. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ഐസോതെർമൽ കംപ്രഷൻ. ദെൻ വി ആർ ഗോയിങ് ടു ദ ഫൈനൽ സ്റ്റേജ് ഓഫ് ദ കാർനോട്ട് സൈക്കിൾ. അവിടെ എന്താ സംഭവിക്കുന്നത്? ദാറ്റ് ഈസ് അഡയാബാറ്റിക് കംപ്രഷനാണ്. അപ്പോൾ അഡയാബാറ്റിക് കംപ്രഷൻ എന്ന് വെച്ചാൽ എന്താ? അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത് D ആണ്, ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് A ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇനീഷ്യൽ സ്റ്റേജിൽ അവിടെ അഡയാബാറ്റിക് കംപ്രഷൻ നടക്കുന്നു. അപ്പോൾ കംപ്രഷൻ നടക്കുമ്പോൾ വോളിയം കുറച്ച് എന്ത് ചെയ്യും? കുറയും. പ്രഷർ എന്ത് ചെയ്യും? നന്നായിട്ട് കൂടുകയും ചെയ്യും. അപ്പോൾ ഇവിടെ അതാണ് നടക്കുന്നത്. ഇവിടെ വോളിയം എന്ന് പറയുന്നത് എന്താണ്? V4 ആണ് ഇനീഷ്യൽ വോളിയം, ഫൈനൽ വോളിയം V1 ആണ്, അതായത് എന്താ അതിനേക്കാളും കുറവാണ്. ഇനീഷ്യൽ പ്രഷർ എന്താണ്? P4 ആണ്, ഫൈനൽ പ്രഷർ അവിടെ എന്താണ്? P1 ആണ്. അപ്പോൾ എന്താണ്? P4നേക്കാളും വളരെ കൂടുതലാണ് P1. സോ ദിസ് ഈസ് അബൌട്ട് ദ കാർനോട്ട് സൈക്കിൾ, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ഈ നാലാമത്തെ സ്റ്റേജ് കഴിഞ്ഞപ്പോൾ വീണ്ടും അത് ആദ്യം ഉണ്ടായിരുന്ന ആ സ്റ്റേജിൽ തന്നെ എത്തി, A എന്ന് പറയുന്ന സ്റ്റേജിൽ തന്നെ എത്തി. വീണ്ടും ഐസോതെർമൽ എക്സ്പാൻഷൻ നടക്കും, അഡയാബാറ്റിക് എക്സ്പാൻഷൻ നടക്കും, ഐസോതെർമൽ കംപ്രഷൻ നടക്കും, അഡയാബാറ്റിക് കംപ്രഷൻ നടക്കും. അതായത് ഈ 4 സ്റ്റേജസ് ഓഫ് ഓപ്പറേഷൻ ആകും ഇവിടെ നടക്കുക. അതിൻ്റെ PV ഡയഗ്രമാണ് നമ്മളിവിടെ വരച്ചത്.
ഓക്കെ. അപ്പോൾ ഇതിൽ രണ്ട് കാര്യം കൂടി അവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസോതെർമൽ കംപ്രഷനിൽ Q1 എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് Q1 ഹീറ്റ് സിസ്റ്റത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ സിലിണ്ടറിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ സിലിണ്ടറിൻ്റെ ഗ്യാസിലേക്ക് പോകുന്നു. ആൻഡ് ഐസോതെർമൽ കംപ്രഷൻ, ആ തേർഡ് സ്റ്റേജിൽ എന്ത് സംഭവിക്കുന്നു? Q2 ഹീറ്റ് എന്ത് ചെയ്യുന്നു? സിലിണ്ടർ അതല്ലെങ്കിൽ സിലിണ്ടറിലെ ഗ്യാസ് എങ്ങോട്ട്? സറൗണ്ടിങ്സിലേക്ക്. ഇവിടെ സറൗണ്ടിങ്സ് എന്ന് വെച്ചാൽ സിങ്കിലേക്ക് എന്ത് ചെയ്യുന്നു? റിജക്റ്റ് ചെയ്യുന്നു. അതാണ് Q2 അതിൽ നിന്ന് പോകുന്നു എന്ന് എഴുതിയത്. അപ്പോൾ അതുപോലെ അതിൻ്റെ ആ ഡയഗ്രത്തിൽ ഓരോ ആരോയും വരയ്ക്ക് നോക്കുക. ആരോ എന്ന് വെച്ചാൽ എന്ന് ബിയിലേക്കാണ് ആരോ ഇരിക്കുന്നത്, അതാണ് ഫസ്റ്റ് ഐസോതെർമൽ എക്സ്പാൻഷൻ. പിന്നെ ബിയിൽ നിന്ന് സിയിലേക്കാണ് ആരോ ഇരിക്കുന്നത്, അതാണ് അഡിയാബാറ്റിക് എക്സ്പാൻഷൻ. പിന്നെ സിയിൽ നിന്ന് ഡിയിലേക്കാണ് ആരോ ഇരിക്കുന്നത്, അതാണ് ഐസോതെർമൽ കംപ്രഷൻ. ദെൻ ഡിയിൽ നിന്ന് എയിലേക്കാണ്, അതാണ് എന്ത്? Adiabatic compression. So these are the 4 stages of Carnot cycle, and this is the indicator diagram of Carnot cycle. ഇത് പലപ്പോഴും ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇത് വളരെ ബേസിക് ആണ്. ഒരു ഹീറ്റ് എഞ്ചിനെ കുറിച്ച് പഠിക്കുന്നതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഒരു കാർനോട്ട് സൈക്കിൾ. ഇനി മറ്റു പല ഹീറ്റ് എഞ്ചിനുകളെ കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സാണ്. അതിനു മുമ്പ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസി പഠിക്കണം. അതിനുശേഷം 1-2 ഹീറ്റ് എഞ്ചിൻ, നമുക്ക് പെട്രോൾ എഞ്ചിനെ പറ്റിയും ഡീസൽ എഞ്ചിനെ പറ്റിയും നമുക്ക് പഠിക്കാം. Okay, thank you for listening.